സംഗതി ഏതായാലും കൊണ്ടോട്ടി ചരിത്രത്തിൽ ആദ്യമായി മഹാ അത്ഭുതം സൃഷ്ടിക്കുകയാണ്. മക്കളെ നല്ലത് ചെയ്താൽ നല്ലതാണെന്ന് മാത്രം നമ്മൾ വിളിച്ചു പറയും, അല്ലാന്നുണ്ടെങ്കിൽ നെഗറ്റീവായിട്ട് തന്നെ പറയും. പറയേണ്ടത് ഏവന്റെ മൂത്തത്തിൽ നമ്മൾ പറയും. അതാണ് നമ്മൾ പാർട്ടി ഏതായാലും എന്താ കൊണ്ടോട്ടിക്കാർക്ക് ഹൈടെക് ബസ് സ്റ്റാൻഡല്ലേ അവിടെ മുനിസിപ്പാലിറ്റി ഒരുക്കി തന്നെ പറയാലോ. ഈ ബസ് സ്റ്റാൻഡ് ഹൈടെക് ആക്കി മാറ്റി ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച അണിയറ പ്രവർത്തികൾക്ക് എന്റെ വക ബിഗ് സലോ. ഈ മുനിസിപ്പാലിറ്റി പരിപാടിയിൽ അല്ലറ ചില്ലറ പോരായ്മകൾ ഉണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും. എല്ലാ പരിപാടിക്കും ഉള്ളതാണല്ലോ. ഏത് പരിപാടിയാ പൂർണ്ണമായിട്ട് വിജയിച്ചത്? നെഗറ്റീവായ ഒരു വീഡിയോ നമ്മൾ ഇന്നലെ പോസ്റ്റ് ചെയ്തിന്, അത് ഇന്നലെ 1 മില്യൺ അടിച്ചു. അതിന് എല്ലാവർക്കും താങ്ക്സ്. ഒരു കാര്യം പാടില്ല, വീഡിയോ കണ്ടിങ്ങനെ പോയാൽ പോരെ, നമ്മളെ കൂടെ കൂട്ടാൻ മറക്കല്ലിട്ടാ. വോയിസ് കേട്ട് തിരിണോൻ തിരും, തിരാത്തോ നട്ടം തിരി ഒന്നല്ലടോ. നമ്മളെ ഇൻസ്റ്റാ, ഫേസ്ബുക്ക്, യൂട്യൂബ് ആ പേജ് ഒന്ന് കുത്തിയാണ്ട് പോയിക്കോളി എന്നാണ് പറയുന്നത്. മറ്റൊന്ന് പറയുകയാണെന്നെങ്കിൽ ഈ പരിപാടിക്ക് ക്ഷണിച്ച എല്ലാവിധ പ്രമുഖ വ്യക്തികളും ഒരാളും മിസ് ചെയ്യാതെ സ്റ്റേജ് മേൽ കയറില്ല. അതാണ് ഇതിന്റെ ഏറ്റവും നടന്ന റസാഖ് ഭായ് ഫാമിലിയുടെ ഗാനമേള. അത് പറയാതെ പോയ നഷ്ടം തന്നെ. മക്കളെ വന്നോളി, കാര്യത്തിലേക്ക് തന്നെ കടക്കാം. ഇതാണ് നമ്മളെ കൊണ്ടോട്ടിയിലെ ഹൈടെക് ബസ് സ്റ്റാൻഡ്. കാലിക്കറ്റ് പോയാലും മണ്ണാർക്കാട് പോയാലും ബസ് സ്റ്റാൻഡ് ഏതാണെന്ന് ചോദിച്ചാൽ അത് നമ്മളെ കൊണ്ടോട്ടി ബസ് സ്റ്റാൻഡാണ്. കിട്ടുന്ന ക്രെഡിറ്റ് ഒക്കെ ഞങ്ങൾ മുനിസിപ്പാലിറ്റി വാരി കോരിയാണ്ട് എടുത്തോളി, ബാക്കിയുള്ളൊക്കെ നാട്ടുകാരുടെ ഏറ്റെടുത്തോളുന്നു. ഒരു ബസ് സ്റ്റാൻഡിൽ ജനങ്ങൾ ആഗ്രഹിക്കുന്നതാണ് ഈ സേവാ കേന്ദ്രം. അത് ഇവിടെ ഉണ്ട്. ഒന്ന് കൊട്ടാവിട്ട് ഉറക്കം തൂങ്ങലാണെന്നുണ്ടെങ്കിൽ ചായയും ജ്യൂസും ബർഗറും അത് ഇവിടെ ഉണ്ട്. എനിക്ക് പോകാനുള്ള ബസ്സിന് 10 മണിക്ക് സ്റ്റാൻഡ് വന്നാലേ കൊയങ്ങണ്ടട്ടാ, മേലുണ്ട് റൂം, അവിടെ പോയിക്കോളി. ചെറിയ മക്കളായിട്ട് വരുന്ന അമ്മമാർക്ക് അമിഞ്ഞപ്പാല് കൊടുക്കാനുള്ള സൗകര്യവും ഇവിടെ ഒരുക്കിയിടോ. കുട്ടികൾക്ക് അമിഞ്ഞപ്പാലും കൊടുത്ത് നിങ്ങളെ ചുണ്ടോപ്പി റീകണ്ടേഷൻ ചെയ്ത് മുഖം കൈകി നല്ല അടിച്ച് പിടിച്ചാണ്ട് പറഞ്ഞാടിയൊക്കെ പോകുമ്പോൾ എങ്ങളെയും കാത്ത് കുറെ കോഴിക്കളോട് കാത്തൊക്കെ ഉണ്ടാവും. ഓലെ നോക്കിയാണ് ബസ് പോകാൻ നിൽക്കണോട് വണ്ടി നിർത്തി മനസ്സാ മൂത്രയിച്ചാണ്ട് എന്നുള്ള പറയേണ്ട അവസ്ഥ ഇന്നില്ല. ഇവിടുത്തെ നുള്ളിട്ട് ഞങ്ങളെ വിടുള്ളൂ. അതാണ് മക്കളെ നമ്മളെ മുനിസിപ്പാലിറ്റി. എന്താണ് കൊണ്ടോട്ടി മുനിസിപ്പാലിറ്റി.